ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെൽ ബട്ടൺ അമർത്തി അതിന് ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്നോട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താരം പോകാനായിട്ട് എന്തെങ്കിലും ഒരു റെമഡീസ് പറഞ്ഞു തരാമെന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാനിങ്ങനെ ഓർത്തു, ചിലപ്പം ചില ആൾക്കാർക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വലിക്കണം എന്നില്ല. അതായത് എല്ലാ ആൾക്കാരുടെയും സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ ഹെയർ ടൈപ്പും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും സൂറ്റബിൾ ആയിട്ടുള്ള ഒരു മെഷറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലർക്കത് പെട്ടെന്ന് എഫക്റ്റീവ് ആകും, ചിലർക്കത് എഫക്റ്റീവ് ആകാനായിട്ട് കുറേ താമസം എടുക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എൻ്റെ അമ്മയോടും അമ്മൂമ്മയോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അമ്മ താരം പോകാനായിട്ട് എന്തെങ്കിലും ഒരു റെമഡി ഇങ്ങനെ പറഞ്ഞു തരുമോ നിങ്ങൾ ചോദിച്ചപ്പം എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ, അവർ പറഞ്ഞു തന്നൊരു റെമഡിയാണ് നമ്മുടെ കീഴാർനെല്ലി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ താരൻ അതുപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി സംഭവമാണ്. അതായത് നമ്മുടെ തലയിലെ താരൻ പോകാനും നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരാനും ഒക്കെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ കാണുന്ന ഒരു സംഭവമാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. അതായത് വെറുതെ നമ്മൾ ചപ്പ എന്ന് പറഞ്ഞിട്ട് പറിച്ച് കളയുന്ന ഒരു സംഭവമാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ കാണുന്നതായിരിക്കും. ഇത് നമ്മൾ ചപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പറിച്ച് കളയുന്ന ഒരു ഐറ്റം ആയിരിക്കും. പക്ഷേ ഇതിന് ഒരുപാട് ഗുണമുണ്ട്. ഇതിൻ്റെ വേര് തൊട്ട് ഇതിൻ്റെ ഈ ചെടി ഫുള്ളായിട്ട് നമ്മുടെ താരൻ പോകാനും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് ഇത്. അപ്പോൾ ഈ സംഭവം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ മുടി വളരാനായിട്ടും താരം പോകാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഇത് നന്നായിട്ട് ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർക്കുമല്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രം, ഒന്നില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് തലയിലോട്ട് തൂക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് തലയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പാടാണ്. അത് കാരണം ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇത് ഒരു തുണിക്കകത്തിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് മാത്രം തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ അത് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തല കഴുകുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ ഡേ 16 ആണ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം, എന്നിട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ തലയിലെ താരനൊക്കെ പോകാനായിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരുന്നത്. നന്നായിട്ട് ഇതിനെടുക്കും. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തത് കൊണ്ട് തന്നെ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് നമുക്ക് എവിടേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെയെല്ലാം അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തല എപ്പോഴും നന്നായിട്ട് ചീവി ഡീറ്റാങ്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തലയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഹെയർ ഓയിലും തേച്ചിരിക്കണം.
അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ എണ്ണ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇപ്പം തലയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ എടുത്ത് തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിത് കാണിക്കാം. ഞാനിപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തല വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങളെന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും